ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാനുള്ളത് കൊട്ടിയൂരാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവ നഗരിയിലാണ്. ഇന്നിവിടെ ഇളനീരഭിഷേകം നടക്കുന്ന കാഴ്ചകളാണ് ഇന്ന് എൻ്റെ വീഡിയോ. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. മണ്ണും വനവും കാട്ടാറുമെല്ലാം ചേർന്ന കൊട്ടിയൂരിൽ ഇന്ന് ഭഗവാന് ഇളനീരാട്ടം അഥവാ ഇളനീർ അഭിഷേകം. ഇളനീർ സമർപ്പണത്തിന് ശേഷം ഇളനീരാട്ട ദിവസം രാവിലെ മുതൽ കാര്യത്ത് കൈക്കോളന്മാരാണ് ഇളനീറുകൾ വെട്ടിയൊരുക്കുക. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഇവ ഒരുക്കി മുഖമണ്ഡപത്തിൽ എത്തിക്കുന്നു. ഇളനീരുകൾ വെട്ടി വെള്ളം വെള്ളിപ്പാത്രത്തിൽ പകർന്ന് സ്വർണ്ണക്കുംഭത്തിൽ മാറ്റിയാണ് അഭിഷേകം ചെയ്യുക. രാത്രിയിൽ തുടങ്ങുന്ന ഇളനീരാട്ടം പുലർച്ചെ വരെ നീണ്ടു നിൽക്കും. രാത്രിയിൽ ഏതാണ്ടൊരു 12:15 ഇളനീരാട്ടം ആരംഭിക്കുക. ഇളനീരാട്ടത്തിന് തൊട്ടു മുൻപാണ് മുത്തപ്പൻ വരവും കൂലോം കയ്യാല ആക്രമണവും നടക്കുന്നത്. ഇളനീരുകൾ എല്ലാം മുഖമണ്ഡപത്തിൽ കയറ്റിക്കഴിഞ്ഞാൽ വാളറക്ക് മുന്നിൽ ഇളനീരാട്ടത്തിനുള്ള രാശി നിശ്ചയിക്കുന്നു. അടിയന്തര യോഗത്തിന് ശേഷം ആക്കൽ ഊരാളനും അനന്തിരവനും പാട്ടാളിയോടൊത്ത് മാലോം ദേവസ്ഥാനത്ത് എത്തിച്ചേരുന്നു. മാലോം ദേവസ്ഥാനത്ത് പാലക്കീഴിൽ ചെന്ന് ആക്കൽ ഊരാളൻ, ഒറ്റപ്പിലാനും, ജന്മാശാരി, പുറങ്കലയൻ, പെരുവണ്ണാൻ എന്നിവർക്ക് ദക്ഷിണ നൽകണം. കൊട്ടേരിക്കാവിൽ നിന്നും മുത്തപ്പൻ വരുമ്പോൾ വിളിച്ചറിയിക്കാൻ പാട്ടാളിയെ കിഴക്കേ നടയിൽ നിർത്തി ആക്കൽ ഊരാളനും അനന്തിരവൻ മാലോം ദേവസ്ഥാനത്തു നിന്നും മടങ്ങി മുത്തപ്പൻ വരവിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയായി. പുറങ്കലയൻ ബാവലിയിൽ മുങ്ങിക്കുളിച്ച് കൊട്ടേരിക്കാവിലെത്തി ധ്യാനത്തിൽ മുഴുകുന്നു. തുടർന്ന് പെരുവണ്ണാൻ പുറങ്കലയനെ മുഖത്തെഴുതി ദേഹത്ത് വർണ്ണം പൂശി മുത്തപ്പനാക്കി വേഷം കെട്ടിക്കുന്നു. ഒറ്റപ്പിലാൻ മുത്തപ്പനെ അനുഗമിക്കേണ്ട കുറിച്യപ്പടയെ ഒരുക്കി നിർത്തുന്നു. ഈ സമയം വാളറക്ക് മുന്നിൽ മടത്തിൽ വാര്യരും പന്തങ്ങളുമായി പന്തക്കിടങ്ങളും മുത്തപ്പനു നൽകാൻ തൃക്കൂർ സാധനങ്ങളുമായി നമ്പീശനും ഉണ്ടാകും. ഈ കാണുന്നതാണ് കൊട്ടിയൂരിലെ തിരുവടുപ്പ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വേളയിൽ ഇവിടുത്തെ തിടപ്പള്ളിയിൽ തയ്യാറാക്കുന്ന ഭക്ഷണം മാത്രമേ അക്കരെ കൊട്ടിയൂരിൽ അനുവദിക്കൂ എന്നതാണ് ചിട്ട. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെയാണ് നിവേദ്യങ്ങളെല്ലാം തയ്യാറാക്കുന്നത്. തിടപ്പള്ളിയിൽ നിവേദ്യമൊരുക്കുന്നതിനായി ലോഡ് കണക്കിന് വിറകുകളാണ് കത്തിക്കാറുള്ളത്. അടുപ്പിലെ ചാരമാകട്ടെ നീക്കാനും പാടില്ല. എന്നാൽ ഇവിടെ കത്തിക്കുന്ന വിറകിന് അതനുസരിച്ചുള്ള ചാരം അടുപ്പിനകത്ത് കുമിഞ്ഞുകൂടുന്നുമില്ല എന്നത് ഏവരെയും അതിശയിപ്പിക്കുന്ന ഒന്നാണ്. അതേസമയം വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ ക്രമത്തിലധികം ചാരം കുന്നുകൂടുകയും ചെയ്യുന്നുണ്ടത്രേ. ഇവിടെയാകട്ടെ നിത്യനിവേദ്യത്തിനാവശ്യമായ വിറകുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നതാണ് പ്രത്യേകത. അപ്പോൾ എങ്ങനെയാകും ഇത്രയധികം ചാരം കുമിഞ്ഞുകൂടുന്നത്? ഇത് ഇന്നും ഒരു അത്ഭുതമായി നിലനിൽക്കുകയാണ്. കൊട്ടിയൂരിലെ തിടപ്പള്ളിയിലെ ചാരം ഭൂതഗണങ്ങൾ യഥാസമയം രാജരാജേശ്വരൻ്റെ തിടപ്പള്ളിയിലേക്ക് മാറ്റുന്നുവെന്നും ഭസ്മപ്രിയനായ ശിവൻ ചാരം ഭസ്മമായി പൂശുന്നതുകൊണ്ടാണ് 28 ദിവസം പാചകം ചെയ്തിട്ടും ചാരം കൂടുതലൊന്നുമില്ലാതെ ഇന്നും കൊട്ടിയൂരിലെ തിരുവടുപ്പ് ഇങ്ങനെ എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ അടിയന്തര യോഗ പ്രതിനിധി ഓച്ചറും കണക്കപ്പിള്ളയും വാളാശന്മാരും മുഖമണ്ഡപത്തിനടുത്ത് ഉണ്ടാകും. മുത്തപ്പൻ വരവിന് മുന്നോടിയായി തിരുവഞ്ചിറയിലെ ലൈറ്റുകളെല്ലാം അണച്ച് തിരുവഞ്ചിറയും പരിസരവും മുത്തപ്പൻ വരവിനായി ഒരുങ്ങുന്നു. മുത്തപ്പൻ പാലക്കീഴിൽ എത്തിയാൽ വിളിച്ചറിയിക്കുന്നതിന് ഒറ്റപ്പിലാൻ പണിക്കരെ അറിയിക്കാൻ ഓച്ചർ പട്ടാളിയെ വിളിച്ചറിയിക്കുന്നു. ഈ വിവരം പട്ടാളിയെ ഒറ്റപ്പിലാനെ അറിയിക്കുന്നു. മുത്തപ്പൻ വരുന്നത് വൈകും തോറും ഇത് തുടർന്നുകൊണ്ടിരിക്കും. മുത്തപ്പൻ പാലക്കീഴിൽ എത്തുന്നതോടെ അടിയന്തര യോഗ പ്രതിനിധികൾക്ക് വിവരം ലഭിക്കുന്നു. അപ്പോൾ തന്നെ വാളാശാന്മാർ വാളറയിൽ പ്രവേശിച്ച് ചപ്പാരം ക്ഷേത്രത്തിലെ വാളുമായി പുറത്തിറങ്ങുന്നു. ഘോര ശബ്ദത്തിൻ്റെ അകമ്പടിയോടുകൂടി മുത്തപ്പനും കൂട്ടരും കിഴക്കേ നടയിൽ പ്രവേശിക്കും. പടയാളികളെ നടയിൽ നിർത്തി മുത്തപ്പനും സംഘവും തിരുവഞ്ചിറയിൽ പ്രവേശിച്ച് മുഖമണ്ഡപത്തിന് അടുത്തെത്തി ചപ്പാരം വാളുകളെ വണങ്ങി തൃക്കൂർ പ്രസാദവും വാങ്ങി മടങ്ങിപ്പോകുന്നു. ഇതേ സമയം തന്നെ കുറിച്യപ്പടയാളികൾ കോവിലകം കയ്യാല ആക്രമിക്കുന്നു. ആക്രമണം കഴിഞ്ഞ് കയ്യാലയിൽ നിന്നും മടങ്ങുന്ന പടയാളികൾ അവിടെ ഉള്ളതെല്ലാം സ്വന്തമാക്കുന്നു.
ഘോര ശബ്ദത്തിൻ്റെ അകമ്പടിയോടുകൂടി മുത്തപ്പനും കൂട്ടരും കിഴക്കേ നടയിൽ പ്രവേശിക്കും. പടയാളികളെ നടയിൽ നിർത്തി മുത്തപ്പനും സംഘവും തിരുവഞ്ചിറയിൽ പ്രവേശിച്ച് മുഖമണ്ഡപത്തിന് അടുത്തെത്തി ചപ്പാരം വാളുകളെ വണങ്ങി തൃക്കൂർ പ്രസാദവും വാങ്ങി മടങ്ങിപ്പോകുന്നു. ഇതേ സമയം തന്നെ കുറിച്യപ്പടയാളികൾ കോവിലകം കയ്യാല ആക്രമിക്കുന്നു. ആക്രമണം കഴിഞ്ഞ് കയ്യാലയിൽ നിന്നും മടങ്ങുന്ന പടയാളികൾ അവിടെ ഉള്ളതെല്ലാം സ്വന്തമാക്കുന്നു. വിളിച്ചു പറയണം. പാലപ്പൂര് എഴുന്നള്ളിയാൽ വിളിച്ചു പറയണോ? പാലപ്പൂര് എഴുന്നള്ളിയാൽ വിളിച്ചു പറയണോ? ഇതെല്ലാം തെല്ലൊരു കൗതുകത്തോടും എന്നാൽ തെല്ല് ഭയത്തോടും കൂടി മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. മുത്തപ്പനും പടയാളികളും പിന്മാറിക്കഴിഞ്ഞാൽ ഉടൻ ഇളനീറാട്ടത്തിനുള്ള രാശിവിളി കേൾക്കുന്നു. പുരാണങ്ങളിലെ ചില സംഭവങ്ങൾ അതുപോലെ തന്നെ പുനരാവിഷ്കരിക്കുന്നതാണ് സങ്കല്പം.
ഉഷക്കാമ്പ്രം സ്ഥാനികൻ്റെ നേതൃത്വത്തിൽ ആണ് ഇളനീരാട്ടം നടക്കുന്നത്. അതിനു മുൻപായി സ്വയംഭൂ വിഗ്രഹം സ്ഥിതി ചെയ്യുന്ന നാളം വൃത്തിയാക്കുന്നു. അതിനുശേഷം നെയ്യാട്ടം നടത്തിയാണ് ഇളനീർ അഭിഷേകം ചെയ്യുന്നത്. ഉഷക്കാമ്പ്രം സ്ഥാനികൻ്റെ നേതൃത്വത്തിൽ ആണ് ഇളനീരാട്ടം നടക്കുന്നത്. അതിനു മുൻപായി സ്വയംഭൂ വിഗ്രഹം സ്ഥിതി ചെയ്യുന്ന നാളം വൃത്തിയാക്കുന്നു. അതിനുശേഷം നെയ്യാട്ടം നടത്തിയാണ് ഇളനീർ അഭിഷേകം ചെയ്യുന്നത്. ഹരിഗോവിന്ദ മന്ത്രവുമായി ഭക്തജനങ്ങളും കൂടെ കൂടുന്നു. അതോടുകൂടി തിരുവഞ്ചിറയും മണിത്തറയും ഭക്തിസാന്ദ്രമാകുന്നു. എങ്ങും മന്ത്രോച്ചാരണങ്ങൾ മാത്രം. മനുഷ്യനും പ്രകൃതിയും ഒന്നാകുന്ന അന്തരീക്ഷം.
ഹായ്, അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇളനീരാട്ടവും അഭിഷേകവും കാഴ്ചകളും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് മറ്റുള്ളവരെ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.